ഇത് നിങ്ങളുടെ ഒരു അവസ്ഥയാണ്. എന്തെല്ലോ ഭയം വരിക, ഇങ്ങനെയെല്ലാം അനുഭവിച്ചിട്ടുണ്ടോ? നമുക്ക് നാളെ ഒരു പരീക്ഷ എഴുതാൻ പോകണം. സാഹചര്യം കഴിയുമ്പോൾ ഈ ഭയം താനെ മാറുകയും ചെയ്യും. അതായത് ചെറിയൊരു അവസ്ഥയായി തുടങ്ങി നമസ്കാരം, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ആതിര IS. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പെട്ടെന്ന് നെഞ്ചെടുപ്പ് കൂടുക, കൈകാലുകൾ വിറയ്ക്കുക, അല്ലെങ്കിൽ എന്തോ അബദ്ധം സംഭവിക്കുവാൻ പോകുന്നു, അല്ലെങ്കിൽ അനാവശ്യമായി എന്തോ സംഭവിക്കുവാൻ പോകുന്നു എന്നൊരു തോന്നലുണ്ടാവുക, എന്തെല്ലോ ഭയം വരിക, ഇങ്ങനെയെല്ലാം അനുഭവിച്ചിട്ടുണ്ടോ? ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിൽ വളരെ സാധാരണമായി കാണുന്ന ഒന്നാണ് ആൻസൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ. പക്ഷേ പലരും എന്നോട് ചോദിക്കാറുള്ള ഒരു പ്രധാന ചോദ്യമുണ്ട്. ഡോക്ടർ, ഈ ആൻസൈറ്റി എന്ന് പറയുന്നത് ശരിക്കും ഒരു രോഗമാണോ, അതോ വെറും ഒരു മാനസികാവസ്ഥ മാത്രമാണോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ആൻസൈറ്റി, എപ്പോഴാണ് ഇതൊരു രോഗമായി മാറുന്നത്, ആയുർവേദം ഇതിനെ എങ്ങനെ കാണുന്നു, ഇതിൽ നിന്നും എങ്ങനെ മുക്തി നേടാം എന്നതിനെ കുറിച്ചൊക്കെയാണ്. അതിനാൽ ഈ വീഡിയോ മുഴുവൻ കാണുക. ആൻസൈറ്റി ഒരു രോഗമാണോ അതോ അവസ്ഥയാണോ? ആദ്യം തന്നെ നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താം. ആൻസൈറ്റി എന്നത് ഒരു സാധാരണ വികാരവുമാണ്, അതായത് ഇമോഷനുമാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ അതൊരു രോഗാവസ്ഥയുമാണ്, ഒരു ഡിസോർഡർ ആയിട്ട് വരും. എപ്പോഴാണ് ഇതൊരു സാധാരണ അവസ്ഥ, സാധാരണ ഇമോഷനായിട്ട് വരുന്നത്? നമുക്ക് നാളെ ഒരു പരീക്ഷ എഴുതാൻ പോകണം, അല്ലെങ്കിൽ ജോലിയിൽ ഒരു പ്രസന്റേഷൻ നടത്തണം, അതുമല്ലെങ്കിൽ പെട്ടെന്നൊരു അപായ സൂചന കാണുമ്പോഴോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു സ്വാഭാവിക പ്രതികരണമാണ് ഫൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ്, അതായത് ഉത്കണ്ഠ. ഇത് നമ്മളെ കൂടുതൽ ശ്രദ്ധയുള്ളവരാക്കാൻ സഹായിക്കുന്നതുമാണ്. സാഹചര്യം കഴിയുമ്പോൾ ഈ ഭയം താനെ മാറുകയും ചെയ്യും. പക്ഷേ എപ്പോഴാണ് ഇതൊരു രോഗമാകുന്നത്, അതായത് ആൻസൈറ്റി ഡിസോർഡർ ആവുന്നത്? പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ലാതെ ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം തുടർച്ചയായി ഭയവും ആകുലതയും അനുഭവപ്പെടുന്നത്. അത് വ്യക്തിയുടെ ദിനചര്യയെയും തൊഴിലിനെയും ഉറക്കത്തെയും ഒക്കെ ബാധിച്ചു തുടങ്ങുന്നത്. ഈ ഘട്ടത്തിലാണ് ഇതൊരു ആൻസൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയിലേക്ക് കടക്കുന്നത്. അതായത് ചെറിയൊരു അവസ്ഥയായി തുടങ്ങി പിന്നീട് നിയന്ത്രണം വിടുമ്പോഴാണ് ഇതൊരു രോഗാവസ്ഥയായിട്ട് മാറുന്നത്. ആയുർവേദത്തിൽ ആൻസൈറ്റി കേവലം ഒരു മാനസിക പ്രശ്നമായി മാത്രമല്ല കാണുന്നത്. ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധത്തിലാണ് ഇതിന്റെ അടിസ്ഥാനം. ഇവയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ശരീരവും മനസ്സും കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആൻസൈറ്റി വരുമ്പോൾ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അകാരണമായ നെഞ്ചിടിപ്പ്, പാൽപിറ്റേഷൻസ്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയോ അല്ലെങ്കിൽ ശ്വാസം തിരിയാതെ വരുന്നത് പോലെ തോന്നുന്നത്, വയറ്റിൽ എരിച്ചിൽ, ഗ്യാസ് അല്ലെങ്കിൽ പെട്ടെന്ന് വയറിളകുന്നത് പോലെ തോന്നുന്നത്, ദഹന പ്രശ്നങ്ങളും, കയ്യിലും കാലിലും തരിപ്പ് അല്ലെങ്കിൽ വിറയൽ അനുഭവപ്പെടുന്നത്. അടുത്തത് മാനസിക ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ എന്തോ മോശം സംഭവിക്കും എന്നൊരു ഭയം, ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തൊരു അവസ്ഥ, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, കഠിനമായ ഉറക്കമില്ലായ്മ, ഇൻസോംനിയ, ചെറിയ കാര്യങ്ങൾക്ക് പോലും അമിതമായിട്ട് ആകുലതപ്പെടുക. അടുത്തതായിട്ട് ആയുർവേദ പരിഹാരങ്ങളും ചികിത്സാ രീതികളും നമുക്ക് നോക്കാം. ആൻസൈറ്റിയെ നേരിടാനായിട്ട് ആയുർവേദം മുന്നോട്ട് വെക്കുന്നത് സമഗ്രമായിട്ടുള്ളൊരു സമീപനമാണ്, അതായത് ഹോളിസ്റ്റിക് അപ്രോച്ച്. ഒന്നാമതായിട്ട് ആഹാരവും ജീവിതശൈലിയും. ചൂടുള്ളതും എളുപ്പത്തിൽ ദഹിക്കുന്നതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഫ്രഷ് ഫ്രൂട്ട്സ്, പാല്, ഈന്തപ്പഴം, നെയ്യ് എന്നിവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അമിതമായ കാപ്പി, ചായ, ജങ്ക് ഫുഡ്സ്, പ്രോസസ്ഡ് ഷുഗർ, മദ്യപാനം എന്നിവയെല്ലാം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. മേധരസായനങ്ങൾ. ആയുർവേദത്തിലെ മേധരസായനങ്ങളായ ബ്രഹ്മി, ശംഖുപുഷ്പം, അശ്വഗന്ധ, ജടാമാഞ്ചി എന്നിവ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാവുന്നതാണ്. ഇവ നാഡീവ്യൂഹത്തെ ശാന്തമാക്കാൻ സഹായിക്കുന്നവയാണ്. ബാഹ്യപരിചരണങ്ങൾ, അതായത് എക്സ്റ്റേണൽ തെറാപ്പീസ് എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ശിരോധാര, തലച്ചോറിനെയും നാഡികളെയും ശാന്തമാക്കാൻ ഏറ്റവും ഫലപ്രദമായിട്ടുള്ളൊരു പഞ്ചകർമ്മ ചികിത്സയാണ് ഇവ. അടുത്തത് അഭ്യംഗം,
അതായത് ഓയിൽ മസാജ്. കുളിക്കുന്നതിന് മുൻപ് എള്ളെണ്ണയോ ധന്വന്തരം തൈലമോ തേച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തത് നസ്യം. മൂക്കിൽ അണുതൈലം ഒഴിക്കുന്നത് മനോവാഹ സ്രോതസ്സുകളെ ശുദ്ധീകരിക്കുവാൻ വളരെ നല്ലതാണ്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ആൻസൈറ്റി എന്നത് നിങ്ങളുടെ ഒരു ബലഹീനതയോ തെറ്റോ അല്ല. അതൊരു ശാരീരിക മാനസിക അസന്തുലിതാവസ്ഥ ആണ്. ഇത് കൃത്യമായ ആയുർവേദ പരിചരണത്തിലൂടെയും അല്ലെങ്കിൽ ജീവിതശൈലി മാറ്റങ്ങളിലൂടെയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒന്ന്. നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഇങ്ങനത്തെയുള്ള ലക്ഷണങ്ങൾ അമിതമായി കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒറ്റയ്ക്ക് സഹിക്കാതെ ഒരു ആയുർവേദ ഡോക്ടറെ കാണിച്ച് സഹായം തേടാവുന്നതാണ്. കൂടുതലും സ്ത്രീകളിലാണ് ഇത് കണ്ടുവരുന്നത്. പക്ഷേ അവരിത് ഉള്ളിലൊതുക്കി ഇതെൻ്റെ വെറും തോന്നലാണ് എന്ന് കരുതി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ കഷ്ടപ്പെട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെ ഒറ്റയ്ക്ക് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളുടെ ഒരു അവസ്ഥയാണ്. അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുകയും വീട്ടിലുള്ളവർ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും വേണം. മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷനും കണ്ടെത്തി കൊടുക്കണം. എങ്കിൽ ഇത് പൂർണ്ണമായും നിയന്ത്രിക്കുക അല്ലെങ്കിൽ മാറ്റുകയും ചെയ്യാൻ സാധിക്കുന്ന ഒന്ന് മാത്രമാണ്. ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആരോഗ്യകരമായ ഒരു നല്ല നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.